നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളത്തിലെ CPM ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം എത്തിയിട്ടില്ല. അടുത്ത മാസം ആദ്യമേ എത്തുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ CPM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. അത് ഏതാണ്ട് വന്നതുപോലെയായി കഴിഞ്ഞിരിക്കുകയാണ്. 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. 2019 കയ്പ് നീരിൻ്റെ അനുഭവം അങ്ങോട്ട് മാറിയിട്ടില്ല പാർട്ടിക്ക്. അതേറ്റ ക്ഷതം. അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതിനുവേണ്ടി ഇവർ വളരെ തന്ത്രപൂർവം, വളരെ പാർട്ടിയിൽ വളരെ ഇരുത്തം വന്നിട്ടുള്ളവർ, മുതിർന്ന നേതാക്കന്മാരെയാണ് അങ്ങോട്ട് രംഗത്തിറക്കിയിരിക്കുന്നത്. വളരെ സംശുദ്ധമായിട്ടുള്ളവരെയും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ ചില കോമാളികളുമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഇതൊരു കേഡർ പാർട്ടിയാണല്ലോ. എന്ത് പറഞ്ഞാലും അവർ കൃത്യസമയത്ത് അതെല്ലാം ഇറക്കി കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനവും അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ കോൺഗ്രസ്സുകാരന്മാർ, ഉണ്ണാക്കന്മാർ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കുകയാണ്. അത് സമയത്തൊന്നും കിട്ടത്തില്ല. കാരണം കലഹമെല്ലാം കഴിഞ്ഞ് സമയമാകുമ്പോൾ അലക്കി വെളുപ്പിച്ച് മസിലും പെരുപ്പിച്ച് ഇറങ്ങുകയുള്ളൂ. ഡയറിയും കക്ഷത്ത് വെച്ച് ഇറങ്ങും. അപ്പോൾ എന്തായാലും ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ശുപാർശകൾ കൂടി പരിഗണിച്ച് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത ശേഷം പട്ടിക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. നമ്മുടെ ഡൽഹിയിൽ കുറേ പുങ്കവന്മാരിപ്പുണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോ, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട്. അവരെല്ലാവരും ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപിക്കും. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ നഷ്ടപ്പെട്ടു പോയ 19 എണ്ണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. അവസാനം കിട്ടാത്തപ്പം മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത്? കനൽ അല്പം മതി ആളിക്കത്താനെന്ന്. പാർലമെൻറ്റിലങ്ങ് ആളിക്കത്തിക്കുകയായിരുന്നു ആരിഫ്. അവിടെ ഉള്ളവരൊക്കെ വിറങ്ങലിച്ചു പോയി. രാജ്യസഭയിൽ പോയ ഒരാളുടെ ഡബിൾ എ റഹീമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് തന്നെ അവിടെ അല്പം ആ ശീതള ഛായയിൽ അങ്ങ് മയങ്ങിയിരുന്നവർ ഞെട്ടിവിറച്ചാണ് എഴുന്നേറ്റത്. അപ്പോൾ എന്തായാലും വടകര മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനായിട്ട് കഴിഞ്ഞ തവണ 19 വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് കെ മുരളീധരൻ വടകരയിലേക്ക് ചെന്നത്. അവിടെ നമ്മുടെ പി ജയരാജനെയാണ് ഇറക്കിയത്. പി ജയരാജനെ എങ്ങനെ ഒതുക്കാമെന്ന് നമ്മുടെ കാരണഭൂതൻ നോക്കി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വടകരയിൽ കൊണ്ടുവന്നിരുത്തി തോൽപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വടകരയിൽ തോൽപ്പിച്ചു. ഒടുവിൽ കൊണ്ടുവന്നിട്ട് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനുമാക്കി മാറ്റുകയാണ് ചെയ്തത്. നമ്മുടെ ചെറിയാമ്പലിന് പോലും വേണ്ടാത്തിടം. ചാലക്കുടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥിനെ ഇറക്കും. അത് അദ്ദേഹം വളരെ സംശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പരിഷത്തിലൂടെ രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോഴും സൈക്കിളിലൊക്കെ സഞ്ചരിക്കും, തൃശ്ശൂർ പ്രദേശങ്ങളിലൂടെയൊക്കെ. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഇരുന്നു 2016. അന്നാണല്ലോ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ അങ്ങ് വിഭജിച്ചത്. വലിയ വിദ്യാഭ്യാസവും ചെറിയ വിദ്യാഭ്യാസവും. എന്നിട്ട് നമ്മുടെ ജലീൽ കൊടുക്കുകയുണ്ടായി കാരണഭൂതന്. അപ്പോൾ എന്തായാലും രവീന്ദ്രനാഥിന് വളരെ ജനകീയമായിട്ടുള്ളൊരു പിന്തുണ അവിടെ അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ടത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഈ പിണറായി വിരുദ്ധ തരംഗം ഇങ്ങനെയുള്ളവർക്ക് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ജനങ്ങൾ മുഴുവൻ വളരെ അമർഷത്തോടു കൂടി ഇരിക്കുകയാണ്. ആ അമർഷം മുഴുവൻ രേഖപ്പെടുത്താനായിട്ട് 2026 വരെ കാത്തിരിക്കാതെ 2024 തന്നെ അവർ വോട്ട് രേഖപ്പെടുത്തുക. അത് പിണറായി വിരുദ്ധ തരംഗത്തിലേക്കായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വരുമ്പോഴാണ് ഈ സംശുദ്ധരായിട്ടുള്ള C രവീന്ദ്രനാഥോ നമ്മുടെ മന്ത്രി രാധാകൃഷ്ണനെ പോലുള്ളവരൊക്കെ ഈ പരാജയത്തിലേക്ക് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ രവീന്ദ്രനാഥിനും രാധാകൃഷ്ണനും ഒക്കെ വിജയം തന്നെ ആയിരിക്കും. പൊന്നാനിയിൽ ഇക്കുറി ലീഗിൻ്റെ കൊടി താഴ്ത്തിക്കെട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. മുൻ ലീഗ് നേതാവ് KS ഹംസയെ ഇറക്കുകയാണ്. അത് ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ്. എറണാകുളത്താണ് KSTA നേതാവ് KJ ഷൈൻ എന്നിവരുടെ പേരുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരും മത്സര രംഗത്ത് ഉണ്ടാകും. തിരുവനന്തപുരത്ത് പറയുന്നത് നമ്മുടെ ജോയി
അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ വർക്കല MLA ആണ്. ആറ്റിങ്ങലിൽ മത്സരിക്കും. ആറ്റിങ്ങലിലെ സമ്പത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അടൂർ പ്രകാശ്. അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഇങ്ങനെയാണ്. ആറ്റിങ്ങലാണ് ജോയി. പത്തനംതിട്ടയിൽ നമ്മുടെ മുൻ ധനമന്ത്രി ഐസക്കാണ് ഇറങ്ങാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ ഒരു വലിയ മത്സരം തന്നെയായിരിക്കും. BJP നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്. ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് 2014-ലും 2019-ലും വൻ വിജയം നേടിയെടുത്തതാണ് NK പ്രേമചന്ദ്രൻ. അത് 2024-ലും തുടരും എന്നാണ് കൊല്ലത്തെ വോട്ടർമാർ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു ഹാസ്യതാരത്തെ കൊണ്ടങ്ങ് ഇറക്കിയിരിക്കുകയാണ് പാർട്ടി. ചാവേർ എന്ന് പറയത്തില്ലയോ, കൊല്ലത്ത് CPMകാർ ഒരാളെ അങ്ങ് കുരുതി കൊടുക്കുകയാണ്. അത് മുകേഷ് MLA തന്നെ. അവർക്ക് കൊല്ലത്തുകാർക്ക് 2 തവണ അബദ്ധം പറ്റി. 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുകേഷ് എന്ന് പറയുന്ന ഒരാളെ അങ്ങ് പറഞ്ഞു വിട്ടുപോയി. അദ്ദേഹം ഇപ്പോഴും ഈ സിനിമാക്കാരൻ്റെതായ ജാടയും ദന്തഗോപുരത്തിൽ നിന്നൊന്നും ഇറങ്ങി വരാത്ത ഒരു കക്ഷിയാണ്. ആരെങ്കിലും വോട്ടർമാർ വിളിച്ച് ടെലഫോണിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുക, മോശമായിട്ട് പെരുമാറുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ ഈ സിനിമാക്കാർക്ക് ഈ അടുത്ത കാലത്തായിട്ടുള്ളൊരു നോട്ടമാണ് ഈ പാർലമെൻറ്റിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കുക എന്നുള്ളത്. അത് ഈ സുരേഷ് ഗോപി പോയതിന് ശേഷമാണ് ഈ കൂടുതൽ താല്പര്യം. മത്സര രംഗത്ത് വരാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. എല്ലാവർക്കും രാജ്യസഭ വഴി അങ്ങ് ഡൽഹിയിൽ എഴുന്നള്ളണമെന്നാണ്. മമ്മൂട്ടി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ് രാജ്യസഭ വഴി നോമിനേറ്റ് ചെയ്ത് അങ്ങ് എത്തണമെന്നുള്ളത്. അത് വളരെ രീതിയിൽ മുമ്പ് തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ജോൺ ബ്രിട്ടാസ് വഴി. ജോൺ ബ്രിട്ടാസ് ആരാണ് മോന്? പേരിനകത്ത് ഇട്ടായുള്ളതുപോലെ തന്നെ അട്ടിമറി നടത്താൻ വിദഗ്ധനാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസ് എന്ത് ചെയ്തു? അങ്ങ് കയറിപ്പോവുകയും ചെയ്തു. മമ്മൂട്ടി ഇവിടെ വായ പൊളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ആലപ്പുഴയിൽ ആരിഫ് തന്നെ തുടരുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇടുക്കിയിലെ ജോയിസ് ജോർജ്, ചാലക്കുടിയിൽ രവീന്ദ്രനാഥ്, പാലക്കാട് നമ്മുടെ വിജയരാഘവനാണ്, ആലത്തൂരിലാണ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്, പൊന്നാനിയിൽ KS ഹംസ, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് എളമരം എന്ന് പറയുന്ന വൻ മരത്തെ അങ്ങോട്ട് വീണ്ടും ഇറക്കുകയാണ്. അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. എളമരം കരീമിനെ അങ്ങനെ ഇറക്കുകയാണ്. കണ്ണൂരിൽ നമ്മുടെ ജയരാജ ത്രയമുണ്ടല്ലോ, അതിൽ MV ജയരാജനെ അങ്ങോട്ട് ഇറക്കുകയാണ്. വടകരയിലെ KK ശൈലജ, കാസർഗോഡ് MV ബാലകൃഷ്ണന്. അപ്പോൾ എന്തായാലും ഇക്കുറി നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കാനായിട്ട് CPM തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇതിൽ പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ്. ആരൊക്കെ എവിടൊക്കെ വീഴുന്നു വാഴുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കിനിയും അങ്ങോട്ടേക്ക് കൂടുതൽ ചർച്ച ചെയ്യുകയും കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ട കാര്യമാണ്.